ഇന്ന് ബങ്കിം ചന്ദ്ര ചാറ്റർജി സ്മൃതി ദിനം. നോവലിസ്റ്റ്, കവി, ഉപന്യാസകൻ, പത്രപ്രവർത്തകൻ ഇതൊക്കെയായിരുന്നു ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന സാഹിത്യകാരൻ. ഭാരത സംസ്കാരത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ മഹത് വ്യക്തി. ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ രചയിതാവ്. 1838 ജൂൺ 27 കൊൽക്കത്തയിലെ കംഡാൽപാടയിൽ ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ജനിച്ചത്. ഒരു ഡെപ്യൂട്ടി കളക്ടറായിരുന്ന യാദവ് ചന്ദ്ര ചതോപാധ്യായുടെയും ദുർബാദേവിയുടെയും 3 മക്കളിൽ ഏറ്റവും ഇളയ മകനായിട്ടാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ജനനം. ഭാരത ചരിത്രത്തിലെ ആദ്യ BA ബാച്ചിൽ ഉൾപ്പെട്ട് ബിരുദം നേടിയ അദ്ദേഹത്തിന് ഡെപ്യൂട്ടി കളക്ടറായി ജോലി നേടാനും കഴിഞ്ഞു. പാശ്ചാത്യ ചിന്തയുടെ മായിക ലോകത്തിൽ അന്ധാളിച്ചു നിന്ന ബംഗാളി ഭാഷയെയും ബംഗാളികളെയും പാരമ്പര്യത്തിന്റെ തനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി അദ്ദേഹം ബംഗാദർശൻ എന്ന ബംഗാളി പത്രം ആരംഭിച്ചു. രവീന്ദ്രനാഥ ടാഗോറിനെ പോലെയുള്ള മഹാരഥന്മാരുടെ സാന്നിധ്യം കൊണ്ട് ബംഗാദർശൻ വളരെയധികം ജനപ്രീതി നേടിയെടുത്തു. ഭാരത സ്വാതന്ത്ര്യ സമരത്തിന്റെ ഊർജ്ജ സ്രോതസ്സും പിൽക്കാലത്ത് ഭാരതത്തിന്റെ ദേശീയ ഗീതവുമായി മാറിയ വന്ദേമാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ സംഭാവനയാണ്. ഭാരത ജനതയുടെ ഹൃദയാഭിലാഷത്തിന്റെ ബഹിർസ്ഫുരണമായി മാറിയ ഗാനം വന്ദേമാതരം. ബംഗാളിനെ വിഭജിക്കാനുള്ള കഴ്സൺ പ്രഭുവിന്റെ ശ്രമത്തെ തുടർന്ന് ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനത്തിനിടയിലാണ് വന്ദേമാതരം പ്രസിദ്ധമായി തീർന്നത്. 1882 പ്രസിദ്ധീകരിച്ച ആനന്ദമഠം ഒരു രാഷ്ട്രീയ നോവലായിരുന്നു. ഒരു ഹിന്ദു സന്യാസി ബ്രിട്ടീഷ് സൈന്യവുമായി പോരാടുന്നതാണ് ഇതിലെ ഇതിവൃത്തം. ഭാരതത്തിന്റെ ദേശീയതയുടെ ഉദയത്തിന് ഈ പുസ്തകം ആഹ്വാനം ചെയ്തു. വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഇന്ത്യൻ സാഹിത്യത്തിലെ നാഴികക്കല്ലുകളിൽ ഒന്നായ 1882 പ്രസിദ്ധീകരിച്ച ആനന്ദമഠം എന്ന നോവലിലെ വരികളാണ് വന്ദേമാതരം. ഭാരതത്തെ മാതൃദേവതയായി കണ്ടെഴുതിയ വരികൾ. ശ്രീരാമകൃഷ്ണ പരമഹംസരുമായുള്ള ബന്ധം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ചരിത്രം, പുരാണം, സമൂഹം, മതം, രാഷ്ട്രീയം, ദേശീയത തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന 13 നോവലുകൾ അദ്ദേഹത്തിന്റെ തൂലികയിൽ പിറന്നു. ഇന്ത്യയിൽ ഫിക്ഷൻ സ്കൂൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച എഴുത്തുകാരൻ, ബംഗാളി ഗദ്യത്തിന്റെ പിതാവ്, ബംഗാൾ നവോത്ഥാന നായകരിൽ പ്രമുഖൻ, മാതൃരാജ്യത്തെ അളവറ്റ് സ്നേഹിച്ച, വന്ദേമാതരത്തിലൂടെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരായ സമരത്തെ പ്രചണ്ഡവും പ്രബുദ്ധവുമാക്കി തീർത്ത ധീരദേശാഭിമാനി. 1894 ഏപ്രിൽ 8 ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശതകോടി പ്രണാമം.